തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ മുരളി മന്ദിരത്തിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ദൃശ്യങ്ങൾ, പ്രവർത്തകർക്കൊപ്പം ഇറങ്ങുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ അടുത്തുള്ള ഹരിശ്രീ സ്കൂളിലാണ് അവരുടെ വോട്ടുള്ളത്. ഇത് എന്തുകൊണ്ടും പുതുമയാണ്, വ്യത്യസ്തമാണ് ഈ വർഷത്തെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല. കാരണം ഇതിൽ കേരളം ആകെ ചർച്ച ചെയ്ത ഒരു മാറ്റം ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് ഇതുവരെ കണ്ട ചിഹ്നത്തിൽ നിന്ന് മാറി ഇതാദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്നു. എന്താണ് ഒരു കാര്യം? അതിപ്പോ നമ്മൾ ഏത് പ്രസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ ആ പ്രസ്ഥാനത്തിനല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും കുടുംബത്തിലുള്ളത്, അത് കുടുംബം വേറെ. പക്ഷെ എന്റെ പ്രസ്ഥാനം ഏതിലാണെന്ന് വെച്ചാൽ ആ പ്രസ്ഥാനത്തിനോട് ഞാൻ 100% നീതി പുലർത്തും. ഇവിടേക്ക് വരുമ്പോൾ ഈ വീടിന്റെ മതിലടക്കം സഹോദരന്റെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ ചിത്രങ്ങളൊക്കെ തന്നെയാണ്. ഇതിലേക്ക് വരുമ്പോഴേക്കും തൃശ്ശൂരിൽ വോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേകത ഇതെല്ലാം തന്നെയുണ്ട്. ഈ ദിവസം ഏതെങ്കിലും രീതിയിലൊരു സങ്കോചം അങ്ങനെയൊക്കെ തോന്നുന്നു? ഇല്ല, കാരണം എന്റെ പിതാവ് DIC ആയിരുന്നല്ലോ. ആ സമയത്ത് അദ്ദേഹം എന്നോട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ, കാരണം ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു. എന്റെ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എന്റെ മനസ്സൊന്ന് ഇളകിപ്പോയേനെ. പക്ഷെ അച്ഛനോട് പറഞ്ഞില്ല. അതാണ് അച്ഛന്റെ വ്യക്തിത്വം, മനസ്സിലായി. അതിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല. അച്ഛനറിയാം ഞാൻ ആർക്കാ വോട്ട് ചെയ്തത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നുണ്ട്, ആ പ്രശ്നമില്ല. ഇവിടെ വളരെ ശക്തമായ ഒരു മത്സരം തൃശ്ശൂരിൽ നടക്കുന്നു. LDF സ്ഥാനാർത്ഥി അടക്കം. എന്താണ് ഈ അവസാന ഘട്ടത്തിലെ ഒരു പ്രതീക്ഷകളും കാര്യങ്ങളും എങ്ങനെയാണ്? അല്ല, ഇവിടെ സുരേഷ് ഗോപി 100% ജയിക്കുന്നതന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു നമ്മൾ പറയില്ലേ, ഒരു വ്യത്യാസം ആൾക്കാർ ആലോചിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അക്കാര്യം പിന്നെ സുരേഷ് ഗോപിനെ പറ്റി ജനങ്ങളുടെ ഇടയിലുള്ള ഒരു അഭിപ്രായവും മതിപ്പും, പാവങ്ങളോടുള്ളൊരു ദയ, പിന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ്, ഇതെല്ലാം കൂടിയിട്ടാണ് അവർ കാണുന്നത്. ഒരു മൂത്ത ഏട്ടനായിട്ടോ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. ഇപ്രാവശ്യം ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഇപ്രാവശ്യം എന്നല്ല, കഴിഞ്ഞ 3 കൊല്ലമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇതിൽ കാണാം. ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത് പലരും തന്നെ BJP സംഘടനയിലേക്ക് വരാൻ തയ്യാറായ പലരും ചർച്ച നടത്തിയെന്നടക്കം പറയുന്നൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ നടക്കമുള്ള ചർച്ചകൾ, CPM-ൽ നടക്കും ചർച്ചകൾ നടന്നുവെന്നാണ് പറയുന്നത്. എന്താണ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, അതിലേക്ക് ഞാൻ കിടക്കണില്ലേ, കാരണം അതിപ്പോ ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാം.